കുട്ടികളെ, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം. ഇത് വലിയൊരു യൂണിറ്റ് ആയതുകൊണ്ട് ഭാഗങ്ങളായിട്ടാണ് കേട്ടോ വീഡിയോ നൽകിയിട്ടുള്ളത്. ഇത് പാർട്ട് 4 വീഡിയോയാണ്. ഇതിനു മുമ്പ് 3 വരെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി പോയി കാണുക. മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ആഹാര ശൃംഖലാജാലം, ആവാസ വ്യവസ്ഥ, ആവാസത്തെ പറ്റി പഠിച്ചില്ലേ? പിന്നെ കടുവനെ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ച് പഠിച്ചു അല്ലേ? കുറേ ആഹാര ശൃംഖലകൾ ചേർന്നതാണ് ആഹാര ശൃംഖലാജാലം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ. സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ ചിത്രത്തിലെ ആരോ മാർക്ക് ശ്രദ്ധിച്ചോ? സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ഇവയൊക്കെ സസ്യം സ്വീകരിക്കുകയാണ് അല്ലേ? ആ ചെടി സ്വീകരിക്കുകയാണ്. പക്ഷെ പുറത്തേക്ക് ഒരു ആരോ മാർക്ക് കണ്ടില്ലേ? ഓക്സിജൻ. എന്താണ് ഓക്സിജനെ പുറത്തേക്ക് ആരോ മാർക്കാക്കി വെച്ചിട്ടുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൂര്യപ്രകാശം, ഇവ മൂന്നും സ്വീകരിച്ച് സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കും. ഈ ആഹാരം നിർമ്മിക്കുമ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യും? ഇവർ പുറന്തള്ളും. ആ ഓക്സിജനാണ് നമ്മൾ എന്ത് ചെയ്യണം? ശ്വസിക്കുന്നത്. ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും ഓക്സിജൻ വേണം. ശ്വസിക്കാൻ ഓക്സിജൻ വേണം. എല്ലാവരും ശ്വസിക്കണ ഓക്സിജനാണ്. പക്ഷേ സസ്യങ്ങൾ ഓക്സിജൻ ശ്വസിക്കും രാത്രി സമയങ്ങളിൽ. പകൽ സമയങ്ങളിൽ എന്ത് ചെയ്യും? സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ അവർ ഭക്ഷണം പാകം ചെയ്യും. അപ്പോൾ ഓക്സിജൻ പുറത്തുവിടും. അപ്പോൾ അവർ സ്വീകരിക്കണം എന്താണ്? പകൽ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കും. സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുന്ന ആ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്നറിയപ്പെടുന്നു. ജീവനുള്ള എല്ലാ വസ്തുക്കളും ശ്വസിക്കാൻ സ്വീകരിക്കുന്നത് ഓക്സിജനാണ്. പുറന്തള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങൾ പകൽ സമയം ആഹാരം പാകം ചെയ്യാൻ വേണ്ടിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഓക്സിജൻ പുറന്തള്ളും. പക്ഷേ സസ്യങ്ങൾ ശ്വസിക്കുന്നത് ഓക്സിജനാണ്. അത് പ്രത്യേകം മറക്കരുത്, പ്രത്യേകം ഓർത്തിരിക്കണം. പ്രകാശ സംശ്ലേഷണം എന്നാൽ എന്താണ് പ്രകാശ സംശ്ലേഷണം? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൂര്യപ്രകാശം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്നറിയപ്പെടുന്നു. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനത്തെയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. എന്തൊക്കെ വേണം? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൂര്യപ്രകാശം. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് അതിന് ഉപയോഗിക്കപ്പെടുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് കണ്ടല്ലോ. സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് പ്രധാനമായും ഏത് ഭാഗം വഴിയാണ്? ഇവിടെ ഈ ചിത്രം കണ്ടല്ലോ. ഇലകളെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അല്ലേ? ഈ ചിത്രത്തിലെ ഇലകളുടെ ക്രമീകരണത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ ചിത്രത്തിലെ ഇലകൾക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഉണ്ടല്ലേ. സൂര്യപ്രകാശം പരമാവധി പതിക്കുന്ന രീതിയിലാണ് ഇലകളെ ക്രമീകരിച്ചിരിക്കുന്നത്. ചെമ്പരത്തിൻ്റെ ഇല കുറച്ച് പുറത്തോട്ടാണ് നിൽക്കുന്നത്. തുളസിൻ്റെത് ചെറിയ ചെറിയ ഇല അകത്തോട്ട് ചെരിഞ്ഞാണ്. അടുത്തത് ഏയിലം പാല, വലിയ ഇലയാണ്. ഓരോ ചെടിക്കും അതിനാവശ്യമായ സൂര്യപ്രകാശം എത്ര വേണോ ആ രീതിയിലാണ് ഇലയുടെ ക്രമീകരണം, വലിപ്പവും ആകൃതിയൊക്കെ. പല ചെടികളിലും പല രീതിയിലാണ് ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പരിസരത്തിലുള്ള ചെടികൾ നിരീക്ഷിച്ച് ഒരേ രീതിയിലുള്ള ഇലകളെ ക്രമീകരിച്ചിരിക്കുന്നവയെ കൂട്ടങ്ങളാക്കൂ. ഓരോ അടുക്കുകളായിട്ടാണ് ചെമ്പരത്തി പോലുള്ള ഇലകളെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള ഇലകൾ ഏതെല്ലാമാണ്? മാവ്, സൂര്യകാന്തി, തെങ്ങ്, തുളസി പോലുള്ള ഇലകൾ ഒരു തണ്ടിൽ അടുക്കുകളായി ക്രമീകരിച്ചിരിക്കുന്നവ. പേര, റോസ്, തെച്ചി, ഏലം പാല പോലുള്ള ഇല. ഇതിൻ്റെ ക്രമീകരണം എങ്ങനെയാണ്? ഒരു ഞെട്ടിൽ നിന്നും 2ൽ കൂടുതൽ ഇലകളാണുള്ളത്. ഉദാഹരണമായിട്ട് കോളാമ്പി, പൈനാപ്പിൾ. ഇനി നിങ്ങളുടെ പരിസരം നിരീക്ഷിച്ച് ഇലകളുടെ ക്രമീകരണം വരച്ച് ആൽബം തയ്യാറാക്കൂ. ഇലകൾ പൊതുവെ ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? പച്ച നിറത്തിൽ അല്ലേ? ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്?
ഹരിതകം. ഇലകൾ പൊതുവെ പച്ച നിറത്തിലാണെങ്കിലും പല നിറത്തിലുള്ള ഇലകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ പരിസരത്തുള്ള വ്യത്യസ്ത നിറങ്ങളുള്ള ഇലകൾ ശേഖരിക്കൂ. ശേഖരിച്ച ഇലകൾ പ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ചു നോക്കൂ. ഈ പട്ടിക പൂർത്തിയാക്കാം. സസ്യത്തിൻ്റെ പേര് ചീര. ചീരയുടെ ഇലയുടെ നിറം എന്താണ്? ചുവപ്പ്. വെളുത്ത പേപ്പറിൽ ഉരച്ചപ്പോൾ ചുവപ്പ് നിറമാണ് ലഭിച്ചത്. ആര്യവേപ്പ്. ആര്യവേപ്പിൻ്റെ ഇല കടും പച്ച. വെളുത്ത പേപ്പറിൽ ഉരച്ചപ്പോൾ പച്ച നിറമാണ് ലഭിച്ചത്. മൈലാഞ്ചി. മൈലാഞ്ചിയുടെ ഇല പച്ച നിറം. വെളുത്ത പേപ്പറിൽ ഉരച്ചപ്പോൾ ബ്രൗൺ കളർ. മക്കളെ, നിങ്ങൾ തേക്കില കണ്ടിട്ടില്ലേ? തേക്കിൻ്റെ തൂമ്പില എടുത്ത് നോക്കിയാൽ ലൈറ്റ് പച്ച നിറമാണ്. അതൊന്ന് വെളുത്ത പേപ്പറിൽ വരച്ച് നോക്കൂ. എന്ത് നിറമാണ് ലഭിക്കുന്നത്? ചുവപ്പ് കളർ ലഭിക്കും. കുട്ടികളെ, നമുക്ക് ചുറ്റും പല നിറത്തിലുള്ള പൂക്കളും ഇലകളും കണ്ടിട്ടില്ലേ? ചുവപ്പ്, പച്ച, മഞ്ഞ ഇങ്ങനെയുള്ള കളറുകൾക്കൊക്കെ നിറം നൽകുന്ന വർണ്ണവസ്തു ഹരിതകമാണോ? അല്ല. പച്ച ഇലക്ക് വർണ്ണം നൽകുന്നതാണ് ഹരിതകം. ചുവപ്പിന് നിറം നൽകുന്ന വർണ്ണവസ്തു ആന്തോസയാനിൻ. ഓറഞ്ചിന് നിറം നൽകുന്നതോ കരോട്ടിൻ. മഞ്ഞക്ക് നിറം നൽകുന്നത് സാന്തോഫിൻ. പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഹരിതകം. മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു സാന്തോഫിൻ. ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിൻ. ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ. നെക്സ്റ്റ് ടോപ്പിക്ക് വാതക വിനിമയം സസ്യങ്ങളിൽ. മക്കളെ, നമ്മൾ ശ്വസിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ അല്ലേ? ഊർജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത്. ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തും തള്ളും. ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും ഓക്സിജൻ ആവശ്യമാണ്. എന്നാൽ അന്തരീക്ഷത്തിൽ ഓക്സിജൻ മാത്രമാണോ ഉള്ളത്? അല്ല. ഈ ചിത്രം നോക്കൂ. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നമ്മൾ നേരത്തെ പഠിച്ചു. നൈട്രജൻ ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നതാണ് നൈട്രജൻ. രണ്ടാമത് ഓക്സിജൻ. ആൽക്കൺ കാണപ്പെടുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് വളരെ കുറച്ച് കാണപ്പെടുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ മറ്റുള്ളവ. ഊർജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. സസ്യങ്ങളും ഊർജം ലഭിക്കാനാണ് ശ്വസിക്കുന്നത് അല്ലേ? നമ്മൾ ഓക്സിജൻ ശ്വസിച്ച് ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു അല്ലേ? ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. എല്ലാ വസ്തുക്കളും ജീവനുള്ള എല്ലാ ജീവികളും ഓക്സിജൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. പിന്നെ എങ്ങനെയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കുറയുന്നത്? എങ്ങനെയാണ്? സസ്യങ്ങൾ പകൽ സമയം പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറന്തള്ളും. രാത്രി സമയങ്ങളിൽ സസ്യങ്ങൾ ഓക്സിജൻ സ്വീകരിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. പകൽ സമയങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് പ്രകാശ സംശ്ലേഷണം നടത്തുന്നു. അതായത് സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നു. സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നത് ഇലകളാണെന്ന് 4ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ? ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതാ മക്കളെ, ഇവിടെ ഒരു ഉപകരണം കണ്ടില്ലേ? ഇതിൻ്റെ പേരാണ് മൈക്രോസ്കോപ്പ്. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം. എല്ലാ വസ്തുക്കളും നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള വസ്തുക്കളെ വലുതായി കാണിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഒരു ഇലയെ എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ 2 അണ്ടിപ്പരിപ്പിൻ്റെ ആകൃതിയിലുള്ള സൂക്ഷ്മ സുഷിരങ്ങൾ കാണാൻ കഴിയും. ഈ സൂക്ഷ്മ സുഷിരങ്ങളെ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു. ഇലകളിലെ ഈ സൂക്ഷ്മ സുഷിരങ്ങൾ വഴിയാണ്, അതായത് സ്റ്റൊമാറ്റ വഴിയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പകൽ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറന്തള്ളുകയും ഈ സുഷിരങ്ങളിലൂടെയാണ്. കുട്ടികളെ, അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളെക്കുറിച്ച് മനസ്സിലായില്ലേ? സ്റ്റൊമാറ്റ എന്താണ്, മൈക്രോസ്കോപ്പ് എന്താണെന്നൊക്കെ മനസ്സിലായില്ലേ? ഇനി അടുത്ത ചിത്രം നോക്കൂ. 2 സസ്യത്തിൻ്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. പകൽ സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ചെടികൾക്ക് ശ്വസനം നടക്കുന്നുണ്ട്, പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. ശ്വസനം നടക്കുമ്പോൾ ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ഓക്സിജൻ പുറന്തള്ളുകയും കാർബൺ ഡൈ ഓക്സൈഡും സൂര്യപ്രകാശവും സ്വീകരിക്കുകയും ചെയ്യുന്നു. രാത്രിയിലുള്ള ചെടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ശ്വസനം മാത്രമാണ് നടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു, ഓക്സിജൻ സ്വീകരിക്കുന്നു.
കുട്ടികളെ, സസ്യങ്ങൾ ഓക്സിജൻ മാത്രമല്ല കാർബൺ ഡൈ ഓക്സൈഡും പുറന്തള്ളുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? ലാസ്റ്റ് ഭാഗവും ചോദ്യോത്തരങ്ങളും അടുത്ത ക്ലാസ്സിൽ കാണാം. 5, 7 ക്ലാസ്സുകളിലെ സയൻസ്, സോഷ്യൽ, ഹിന്ദി എന്നിവ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ദിനാചരണ ക്വിസ് വീഡിയോകളും നൽകുന്നുണ്ട്. എല്ലാവരും കാണുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക.